ദിവസങ്ങളായി തോരാതെ പെയ്യുന്ന മഴയിൽ വിറങ്ങലിച്ച് ചേർത്തലയുടെ വടക്കൻ മേഖല. വീടുകളിൽ വെള്ളം കയറിയും റോഡുകൾ കരകവിഞ്ഞൊഴുകിയും പുറത്തിറങ്ങാനാവാതെ ജനം വലഞ്ഞു. അരൂർ മണ്ഡലത്തിലെ ചുരുക്കം ചില ഇടങ്ങൾ ഒഴിച്ച് ഭൂരിഭാഗം പ്രദേശങ്ങളിലെ താഴ്ന്ന ഇടങ്ങളെല്ലാം വെള്ളക്കെട്ടിലായി. മഴ ശക്തമായതോടെ അരൂർ, എഴുപുന്ന പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് വീടുകളിലാണ് വെള്ളത്തിലായത്. അരൂർ പഞ്ചായത്തിലെ 13, 14 വാർഡുകളിലെ ഒട്ടേറെ വീടുകൾ മഴക്കെടുതിയിൽ ദുരിതത്തിലാണ്. ആകാശപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മഴയിൽ മേൽപ്പാലത്തിൽ നിന്നും ഖാനയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ഇത് നിറഞ്ഞ് എരുമേലി പ്രദേശത്തെ 100-ലധികം വീടുകൾ വെള്ളത്തിലായി. അരൂർ ശ്മശാനത്തിന് സമീപം നിരവധി വീടുകളാണ് മുട്ടറ്റം വെള്ളം കയറിയത്. എരുമന്ന പഞ്ചായത്തിലെ 1-ാം വാർഡിലും 14-ാം വാർഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇതോടൊപ്പം തീരദേശപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി പാതയോരത്തെ പുതുതായി പൂഴിയിട്ട് ഉയർത്തുന്നതും വലിയ തോതിൽ വെള്ളക്കെട്ടിന് കാരണമായി. കോടന്തുരുത്ത് പഞ്ചായത്തിലും കുത്തിയോട് പഞ്ചായത്തിലും വീടുകൾ വെള്ളം കയറി. കുത്തിയോട് പഞ്ചായത്തിൽ 2 ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തുറവൂർ, കുത്തിയോട് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന ചാവടി പള്ളിത്തോട് റോഡ് വെള്ളക്കെട്ടിലായി. കുത്തിയോട് പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ജനങ്ങളാണ് സമാനതയില്ലാത്ത മഴക്കെടുതി അനുഭവിക്കുന്നത്. ചാപ്പക്കടവ് കിഴക്ക് ഭാഗത്തെ വീടുകളിലെല്ലാം വെള്ളം കയറി. ഇവിടുത്തെ വഴികളെല്ലാം മലിനജലം പൊങ്ങി. വീട്ടിലെ അടുക്കളയിൽ പോലും വെള്ളം കയറി ദുരിതത്തിലായ 1-ാം വാർഡ് ചെട്ടിവളപ്പ് വീട്ടിലെ വിജയമ്മ ഇങ്ങനെ പ്രതികരിച്ചു. അതുങ്ങ ചില ദിവസം കുളിക്കാതെയൊക്കെയാണ് പോണത്. ഒരു വെള്ളവും ഇല്ല. ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് പറയാറുണ്ട്, ആരും ഞങ്ങളെ കാണണില്ല. മെമ്പർ ഇന്ന് വന്നു. അത് ഞാൻ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് മെമ്പർ നിങ്ങളുടെ അടുത്തുള്ളതല്ലേ. ഞാൻ പറഞ്ഞ് 2 മെമ്പർമാരുണ്ടായിട്ട് 2 മെമ്പർമാരും കഴിഞ്ഞ ഇതിൽ പഞ്ചായത്തായിട്ട് ജയിച്ചിട്ടും നമുക്കൊരു ഉപകാരവുമില്ല. ഇപ്പോൾ ജയിച്ചേക്കണമെന്ന് നമ്മ എന്തെങ്കിലും പറഞ്ഞാലൊക്കെ ഒന്ന് നമുക്കത് ഇതാക്കി തരികയില്ല. പിന്നെ ഇപ്പം പഞ്ചായത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ 9 മണിയായപ്പോൾ ഇവിടെ മെമ്പർ വന്നു. വെള്ളമാണല്ലേ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞ് കുടിവെള്ളം പോലും ഇല്ലായിരുന്നിട്ട് ഒരേ മനുഷ്യനും ഞങ്ങളെ തിരക്കാൻ ഇവിടെ വന്നിട്ടില്ല. ഞാൻ വാട്ടർ വീട്ടിലായിട്ടും വിളിച്ചു പറഞ്ഞതാണ്. അപ്പൊ പറഞ്ഞ് മെമ്പറിനോട് പറയുന്നു പറഞ്ഞു. മെമ്പർ ഇന്ന് വരെ ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല. കാലം തൊട്ട് പാരമ്പര്യമുള്ള കാലം തുടങ്ങിയുള്ള ജീവിതമാണ് ഇവിടെ. ഞങ്ങളെ ഒരു ആളുകളും കാണുന്നില്ല. എപ്പോഴും ആണ്ടി 12 മാസം ഉണ്ടെങ്കിൽ ഇവിടെ 10 മാസവും വെള്ളം തന്നെ. അല്ല ഇപ്പോൾ ഉള്ള വെള്ളമല്ലേ ഇതെപ്പോഴും വെള്ളം തന്നെയാണ് ഇവിടെ. പണ്ട് കാലം തുടങ്ങിയുള്ള പൊറുതിയാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. 40 വർഷമായി. ഈ 40 വർഷവും വെള്ളത്തിൽ തന്നെയാണ് ഞങ്ങൾ. അതൊക്കെ മുമ്പേ വെള്ളമാണ്. ഞാൻ കെട്ടിവന്ന കാലം മുതലും വെള്ളം തന്നെ. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല ഇവിടെ. ജപ്പാൻ വെള്ളം പോലും കിട്ടണില്ല. പത്മഷിക്കവല അന്തകനഴിയ റോഡിലും വലിയ വെള്ളക്കെട്ടാണ്. റോഡും സമീപത്തെ പാടശേഖരങ്ങളും ഒരേ ജലനിരപ്പാണ്. ഇവിടെ രാത്രികാലങ്ങളിൽ അപകട സാധ്യത കൂടുതലാണ്. അരുക്കുറ്റി പഞ്ചായത്തിലും പാണാവള്ളി പഞ്ചായത്തിലെയും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. മഴ ഇനി തുടർന്നാൽ പല കുടുംബങ്ങളെയും മാറ്റിപ്പറിപ്പിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. തുറവൂരിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി.